നമുക്ക് അരവിന്ദിന്റെ മക്കളുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ ജയബാലന്റെ മോനിട്ടും നല്ല ഇടിവെട്ട് പണിയാണ് കാവേരി യമുനയൊക്കെ ചേർന്ന് കൊടുക്കുന്നത്. ഈ സമയത്ത് ജയബാലിന് എന്ത് ചെയ്യണമെന്ന് അറിയണ്ടായിരുന്നില്ല. തന്റെ മോനെ പുറത്തിറക്കാന്ന് പറഞ്ഞാൽ ഇത്ര റിസ്ക് ഉള്ള കാര്യമൊന്നും മനസ്സിലായി. നിസ്സാര പരാതിയൊന്നുമല്ല അവനെതിരെ കാവേരി യമുനയൊക്കെ ചേർന്ന് കൊടുത്തിരിക്കുന്നത്. ഒടുവില് SI കാര്യങ്ങളൊക്കെ അവരെ ധരിപ്പിക്കുകയും ചെയ്തു. ഇനി അങ്ങനെ പെട്ടെന്നും വിശാലിന് പുറത്തിറങ്ങാൻ പറ്റില്ല. അതോടെ കേട്ട് കഴിഞ്ഞപ്പോ ജയപാലിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവള് മനഃപൂർവ്വം പൂട്ടിയിരിക്കുന്ന വൈരാഗ്യം തീർത്താന്നൊരു ചിന്തയൊക്കെ ജയപാലിന്റെ ഉള്ളിൽ ഉണ്ടാവുന്നുണ്ട്. ഈ സമയത്ത് ഗംഗയ്ക്ക് വിനീത് വന്നതിൽ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. കാരണം വിനീതണ്ണ ലോക്കപ്പിലായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നൊരു ചിന്തയൊക്കെ ആയിരുന്നു ഗംഗയുടെ മനസ്സിലുണ്ടായിരുന്നേ. ഒടുവില് ഗംഗ മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും വിനീത് അങ്ങോട്ട് വന്നു. വിനീത് വന്നിട്ട് ചോദിച്ചു, പേടിച്ചു പോയായിരുന്നെന്ന് ചോദിച്ചു. എന്തിന്? അല്ല, എന്നെ എങ്ങാനും പോലീസ് പിടിച്ച് ഇനിയിപ്പോൾ ലോക്കപ്പിൽ ഇടുമെന്ന് നിർത്തി. അങ്ങനെയൊന്നും ഇല്ല, എനിക്കറിയാം നിനക്ക് നല്ല പേടി ഉണ്ടായിരുന്നു. അവിടെ എന്നെ കാണാൻ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കത് മനസ്സിലാവും ചെയ്താന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഗംഗ പറഞ്ഞു, അത് പിന്നെ വിനീതേട്ടാ, യമുന കാരണം വിനീതേട്ടൻ അകത്ത് കിടന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അത് മാത്രമല്ല, സുജാത അമ്മായിയുടെ കാര്യം അറിയാലോ, അമ്മായിക്കിത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. വിനീതേട്ടൻ അങ്ങനെ ലോക്കപ്പിൽ കിടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അമ്മായി അത് മതി നെഞ്ചുപൊട്ടി മരിക്കാനായിട്ട്. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പറഞ്ഞു. അത് കേട്ടപ്പോൾ വിനീത് ചോദിച്ചു, അല്ലപ്പം നിനക്ക് സങ്കടമില്ലായിരുന്നോ? അത് പിന്നെ എനിക്ക് ആ നിപ്പും മട്ടും ഭാഗം കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ വിനീതിന് മനസ്സിലായി ഗംഗയ്ക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ള കാര്യം. പക്ഷെ അത് പുറമെ പറയാനായിട്ടൊരു ബുദ്ധിമുട്ട്. പക്ഷെ ബാക്കി എല്ലാവർക്കും ഭയങ്കര സന്തോഷം തന്നെയായിരുന്നു. വിനീതിനെ പുറത്തിറക്കി. അത് മാത്രമല്ല, വിശാലിനും ജയപാലനും നല്ല പണി തന്നെ കൊടുത്തില്ലേ. രാധ പറഞ്ഞു, മോളെ സൂക്ഷിക്കണം. ആ ജയപാലന് അവൻ അടങ്ങിയിരിക്കും തോന്നില്ല. ആ ഒരു കാര്യത്തിലൊന്നും എനിക്കൊരു ഭയവും ഇല്ല അച്ഛമ്മ. അയാൾ ഇനിയിപ്പോ എന്തൊക്കെ ചെയ്താലും ശരി, അവനുണ്ടല്ലോ വിശാല്, അവൻ പുറത്തിറങ്ങാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ വിശാലിനെ പുറത്തിറക്കാനായിട്ട് ജയപാലൻ പഠിച്ച പണി 18 നോക്കി. പക്ഷെ അത് നടന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ രാജേശ്വരി വിളിച്ച് കാര്യം തിരക്ക് കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര ദേഷ്യത്തോട് കൂടിയിട്ടാണ് ഓരോ കാര്യങ്ങളൊക്കെ പറയണത് ജയപാലൻ. അവനുണ്ടായിരുന്നു, നിവിനും വന്നിട്ടുണ്ടായിരുന്നു. ആ കാവേരിയോടൊപ്പം അവനിപ്പം എപ്പം നോക്കിയാൽ അവളുടെ പിന്നാലെ തന്നെ അവളുമായിട്ട് ചേർന്നിട്ടാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കണേന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ രാജേശ്വരി പറഞ്ഞു, അതെ ജയപാലേട്ടൻ വിഷമിക്കൊന്നും വേണ്ട, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കുമാണ് നിവിന്റെ വരവ്. നിവിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും രാജേശ്വരി ചാടിയും കഴിഞ്ഞിട്ടു. എടാ, നിനക്കിത് എന്തിന്റെ കേടാന്ന് ചോദിച്ചു. എന്താ, നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടില്ലേ ആ ഉരുമ്പിട്ടവളുടെ പിന്നാലെ പോവല്ലെന്ന്, ആ കാവേരി എന്ന് പറയുന്നവളുടെ. എന്റെ അമ്മ ഇതെന്തറിഞ്ഞിട്ടാ പറയണേ? പിന്നെ മിണ്ടരോ നീ? നിന്നോട് പറഞ്ഞ നിന്റെ തലയിലേക്ക് കേറില്ലേടാ, നീ എന്തിനാടാ പോലീസ് സ്റ്റേഷനിൽ പോയത്? ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, രാഗിണിയെ വിവാഹം കഴിക്കാണ്ടിരിക്കുന്നവനാ നീ. അമ്മയൊന്നും നിർത്തുന്നുണ്ടോ? അമ്മേ, ന്യായം ആരുടെ ഭാഗത്താന്ന് അറിഞ്ഞിട്ട് വേണം അമ്മ ഇങ്ങനെ സംസാരിക്കാനായിട്ട്. എടാ, നീ കൂടുതൽ ന്യായം എന്നെയൊന്നും പറയണ്ട, ഞാൻ പറയുന്ന കൂടെ അനുസരിച്ചാൽ മതി. നിന്നോട് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവരുടെ കുടുംബത്തിന് ഒരു ഉപകാരം ചെയ്യാൻ വേണ്ടി പോയേക്കരുതെന്ന്. നിനക്ക് നാണമുണ്ടാ? നീ പോവോടാ. സ്വന്തം അമ്മാവന്റെ മോനിട്ടാ നീ പണി കൊടുക്കാനായിട്ട് ഒരുമ്പിട്ടിറങ്ങിയത്. അമ്മ ഒരു കാര്യം വിചാരിക്കണം. അമ്മ ഇങ്ങനെയൊന്നും ചിന്തിക്കുക പോലും ചെയ്യരുത്. അമ്മയ്ക്ക് ഇത് എന്താ? അത് അമ്മയൊന്ന് ആലോചിച്ച് നോക്കിയേ. പാവം പിടിച്ചൊരു പെങ്കൊച്ചിനെ അവൻ കൊണ്ടുപോയി അത്ര ക്രൂരമായിട്ട്. അവളുടെ ദേഹത്ത് കിടന്ന് പാടൊക്കെ ഒന്ന് കാണേണ്ടതാണ്. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മൾ ആർക്കെങ്കിലും ഇങ്ങനെ സംഭവിച്ചെങ്കിൽ അമ്മ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഒന്നും മിണ്ടിയില്ല രാജേശ്വരി. അവനോട് ദേഹത്ത് കൊള്ളുമ്പോഴേ വേദന എടുക്കുള്ളൂ അമ്മ ഇപ്പൊ അമ്മയുടെ ആങ്ങളോടൊപ്പമാണെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്കിങ്ങനെ ഈ നെറുകെട്ട ഇതൊന്നും കണ്ടു നിൽക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ കാവേരിയോടൊപ്പം പോയത്. അതിനിപ്പോ അമ്മ എന്നെ എന്ത് ചീത്ത പറഞ്ഞാലും എനിക്കൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. ജയപാലങ്ങള് കാണിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത്ര നല്ല കാര്യമാണെന്നോർത്താണ് ഇരിക്കുന്നത്. നീ കൂടുതൽ എന്നെ ഭരിക്കാൻ വരണ്ട, എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാന്നൊക്കെ പറഞ്ഞിട്ട് രാജേശ്വരി ദേഷ്യപ്പെട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. നിവിനും മനസ്സിലായി അമ്മ കട്ട കലിപ്പിലാന്ന്. അങ്ങനെ കുറെ സമയം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അവിടേക്ക് നിവിന്റെ അച്ഛൻ വരുന്നുണ്ട്. അപ്പം ഇത്ര നാൾ പുള്ളിക്കാരൻ പുറത്തായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ സത്യനാഥൻ അങ്ങോട്ടേക്ക് വരുവാണ്. സത്യനാഥൻ വരുമ്പോഴത്തേനും ഇതൊന്നും പക്ഷേങ്കിൽ സർപ്രൈസ് ആയിട്ടുള്ള വരവായിരുന്നു. ആ വരവും കാര്യങ്ങളൊന്നും രാജേശ്വരി അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നീടാണ് രാജേശ്വരി സത്യനാഥൻ വന്നിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ അറിയുന്നത്. രാജേശ്വരിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം വല്ലാത്തൊരു പ്രതിസന്ധി നിൽക്കുക. എത്രയും പെട്ടെന്ന് നിവിന്റെ വിവാഹം നടത്തണമെന്നൊക്കെ ഓർത്തിരിക്കുക. ഇനിയിപ്പം സത്യാണ്ണും കൂടെ വന്നിട്ട് നടത്താമെന്ന് കരുതിയിട്ടിരിക്കുമായിരുന്നു. അങ്ങനെ
സത്യനാഥൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും രാജേഷി പറഞ്ഞു, എന്താണെങ്കിലും സത്യേണ്ണ ഇപ്പൊ വരാൻ തോന്നിയില്ലോ, ഞാൻ ആകെപ്പാട് ടെൻഷൻ അടിച്ചിരിക്കുവായിരുന്നൊക്കെ പറഞ്ഞു. എന്തിന്? നിവിന്റെ കല്യാണം നടത്തണം. അത് ഇടയ്ക്കിടയ്ക്ക് ജയബാലേട്ടൻ പറയുന്ന കാര്യമാണ്. രാഗിണി ഉടനെ ഇങ്ങോട്ടേക്ക് വരൂന്നാ പറഞ്ഞേ, അവളുടെ ബാംഗ്ലൂരിലെ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട്. അപ്പൊ നിവിനുമായിട്ടുള്ള വിവാഹം നടത്തണം. സത്യേട്ടാ ഇതിങ്ങനെ വെച്ചോണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതിനൊക്കെ വേണ്ടിയിട്ടല്ല ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഇനിയിപ്പൊ കല്യാണം കഴിഞ്ഞിട്ടാ ഞാൻ പോകത്തുള്ളെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം സന്തോഷമായി രാജേശ്വരിക്ക്. നിവിന് അച്ഛൻ വന്നറിഞ്ഞപ്പോ നിവിനും ഭയങ്കര സന്തോഷമാണ്. പക്ഷെ കല്യാണക്കാര്യത്തെക്കുറിച്ച് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നിവിന് സഹിച്ചില്ല. കാരണം നിവിനറിയാം താൻ കാവേരി എത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന്. പക്ഷെ രാഗിണി എന്നുള്ള പേര് കേൾക്കുന്ന പോലും അവന് ഇഷ്ടമില്ല. കാരണം രാഗിണിയെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. കാവേരിയാണ് അവന്റെ മനസ്സ് നിറഞ്ഞു നിൽക്കുന്നത്. പിന്നീട് പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേനും കാവേരി അവിടെ സിറ്റി വരെ ഒന്ന് പോവാണ്. അങ്ങനെ പോകുന്ന സമയത്താണ് ഒരു കാറ് പിന്നാലെ വരുന്നത്. 2-3 വർഷം ഹോൺ അടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും കാവേരി പെട്ടെന്ന് സൈഡ് ഒതുക്കാൻ നോക്കി. പക്ഷേങ്കിൽ ഈ ഹോണടി ശബ്ദം കേട്ട് കഴിഞ്ഞപ്പം സൈഡിലേക്ക് മാറ്റി കഴിഞ്ഞപ്പോഴത്തേനും വണ്ടി സൈഡായിട്ട് അങ്ങോട്ട് പതുക്കെ ഒന്ന് മറിഞ്ഞ് വീഴുവാണ്. അപ്പോഴേക്കും കാവേരിയും കൂടെ നിലത്തേക്ക് വീണു. കാവേരിക്കാണ് ദേഷ്യവും സങ്കടവും വന്നു. കാവേരി ഇങ്ങനെ എഴുന്നേക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ എഴുന്നേക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആ സമയത്ത് ആ കാറ് കൊണ്ട് നിർത്തി. കാറിനകത്തുനിന്ന് ഒരു പുതിയ അവതാരം അങ്ങോട്ട് ഇറങ്ങുവാണ്. അതാണ് രാഗിണി. നിവിനും രാഗിണി നമ്മളുടെ വിവാഹമാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ജയപാലന്റെ മോൾ രാഗിണി. രാഗിണി കാറിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി വന്നു നോക്കിക്കഴിഞ്ഞപ്പോ അത് കാവേരിയാണ്. കാവേരിയെ അറിയാലോ. ഇവളോ എന്നുള്ള രീതി നോക്കുവാണ്. പിന്നീട് രാഗിണിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കാവേരി നീയായിരുന്നോ? എനിക്കറിയണ്ടായിരുന്നില്ല നീയായിരുന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോ രാഗിണി, അതെന്താടി നിനക്കറിയത്തില്ലേന്ന് ചോദിച്ചെന്നെ. എന്താ അരവിന്ദന്റെ മോൾക്കൊരു കൈസഹായം വേണോന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ തന്നെ കാവേരിക്ക് മനസ്സിലായി ഇവളും മനഃപൂർവ്വമാണ്. അപ്പോഴേക്കും കാവേരി പറഞ്ഞു, അതെ അരവിന്ദന്റെ മോൾക്ക് ഒരു കൈസഹായം വേണ്ട, അരവിന്ദന്റെ മോൾക്ക് എഴുന്നേക്കാൻ അറിയാന്ന് പറഞ്ഞുകൊണ്ട് കാവേരി അങ്ങോട്ട് എഴുന്നേറ്റു. ഈ സമയത്ത് രാഗിണി പറഞ്ഞു, നീയും നിന്റെ അനുജത്തി എല്ലാരും കൂടെ ചേർന്നിട്ട് എന്റെ സഹോദരനെ ലോക്കപ്പിലാക്കി അല്ലേടി. നിന്നെ ഒന്നും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അച്ഛൻ വിളിച്ചപ്പോ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു പറഞ്ഞു. അപ്പൊ അതിനു വേണ്ടി അത് ചോദിക്കാൻ വേണ്ടി വന്നാണോ അവിടുന്ന് ഇവിടം വരെ? ഇതൊന്നും പറഞ്ഞാ പോരായിരുന്നോ? ഇത്ര ബുദ്ധിമുട്ട് എന്റെ അടുത്തേക്ക് വരേണ്ട കാര്യം ഉണ്ടായിരുന്നോ? എടി ഞാൻ കളി തുടങ്ങിയിട്ടുള്ളൂ. ഈ രാഗിണി ആരാ നിനക്ക് അറിയത്തില്ല. ഞാൻ കാണിച്ചു തരാൻ നിന്നെന്ന് പറഞ്ഞു. അപ്പോഴേക്കും കാവേരി പറഞ്ഞു, ആയിക്കോട്ടെ, ഇപ്പൊ തന്നെ നീ താഴെ വീണില്ലേ, കണ്ടില്ലേടി, അതാണ് ഞാന്. രാഗിണി തുടങ്ങിയിട്ടുള്ളെന്ന് പറഞ്ഞു. അപ്പോഴേക്കും കാവേരി പറഞ്ഞു, എടി നിനക്ക് എന്നെ തോൽപ്പിക്കാൻ ഇതുപോലെ വണ്ടിയോ അങ്ങനെ എന്തേലും ഇതൊക്കെ വേണ്ടി വരും. എന്നെ തോൽപ്പിക്കണമെങ്കിൽ, എന്നെ എന്തേലും ചെയ്യണമെങ്കിൽ. പക്ഷേ ഈ കാവേരിക്ക് അങ്ങനെയല്ല. കാവേരിക്ക് ഒരു വണ്ടിയും ചെണ്ടിയൊന്നും വേണ്ട എന്ന് പറഞ്ഞു. പിന്നെ ഇപ്പൊ നീ സ്വന്തമായിട്ടൊന്നും ചെയ്തല്ലോ. എടി വണ്ടി കാണിച്ച് എന്നെ പേടിപ്പിച്ച് നീ താഴെയിട്ടെന്നാണ് വിചാരിക്കുന്നത്. അതൊക്കെ വെറും മോഹം മാത്രം. ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഭയങ്കര ദേഷ്യത്തോട് രാഗിണി പറഞ്ഞു, നീ എന്ത് ചെയ്യാനടി? നീ എന്നെ ഒന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞു. എടി ജയപാലന്റെ മോളെ, നീ തിന്നു കൊടുത്തത് മറ്റുള്ളവരുടെ പൈസയും കൊണ്ടാ. അത് നീ മറക്കണ്ട. എന്റെ അച്ഛന്റെ പൈസയും കൊണ്ടാ. എന്താടി നീ പറഞ്ഞെന്ന് ചോദിച്ചോണ്ട് തല്ലാൻ വരുവാണ്. അപ്പോഴേക്കും കാവേരി എന്ത് ചെയ്തു? അവളുടെ കർണം പോച്ച് ഒറ്റണം കൂടെ കൊടുക്കുവാണ്. എടി ജയപാലന്റെ മോളെ, ഇപ്പം മനസ്സിലായോ അരവിന്ദന്റെ മോളുടെ കൈയുടെ ബലം എന്താന്നുള്ള കാര്യം? പെട്ടെന്ന് അവള് കിറങ്ങിയടിച്ച് താഴേക്ക് വീണു. ആ സമയത്ത് കാവേരി എന്നിട്ട് കൈ നീട്ടിക്കൊണ്ട് ചോദിച്ചു, എങ്ങനെയാ അരവിന്ദന്റെ മോളുടെ ഒരു കൈ സഹായം വേണോ ജയപാലന്റെ മോൾക്ക് എഴുന്നേക്കാന്ന് ചോദിച്ചു. ഇതിൽ പൊരടി കിട്ടാനില്ല. ഒടുവില് പതുക്കെ പിടിച്ചെഴുന്നേക്കുവാണ് രാഗിണി അങ്ങോട്ട്. രാഗിണി വെല്ലുവിളിച്ച്, നിന്നെ കാണിച്ചു തരാടി, നിന്നെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ഈ രാഗിണി ആരാ നീ അറിയാൻ പോകുന്നുള്ളൂ. ഒന്ന് പോടി അവിടുന്ന്, നീ നോക്കിയിട്ടുണ്ടോ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാവേരി സ്കൂട്ടി സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ട് പോകുമ്പോഴത്തേനും കട്ടക്കലിപ്പോട് കൂടിയിട്ടാണ് രാഗിണി വീട്ടിലേക്ക് വരുന്നത്. അപ്പൊ അതിന്റെ കഥകളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.